Audio Jungle. ബ്ലസ് മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 10ലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ബൈബിളൊക്കെ വായിച്ച് റെഡി ആയിട്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഇന്നത്തെ പോർഷൻസ് ഇതായിരുന്നു. ഉൽപ്പത്തി 37 മുതൽ 40 വരെ, മത്തായി 10-ാം അധ്യായമാണ്. അപ്പോൾ ഞാൻ ചോദ്യത്തിലേക്ക് പോട്ടെ. ക്വസ്റ്റ്യൻ നമ്പർ 1 ഇതാണ്: ജോഡി അല്ലെങ്കിൽ ഇണ എന്നർത്ഥം വരുന്ന ഒരു പുരുഷന്റെ പേര്. ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാം. ജോഡി അല്ലെങ്കിൽ ഇണ എന്നർത്ഥം വരുന്ന ഒരു പുരുഷന്റെ പേര്. ചോദ്യം 2: ഭർത്താവ് മരിച്ച സ്ത്രീകൾ ധരിക്കുന്ന ഉടയാട ഏത്? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാം. ഭർത്താവ് മരിച്ച സ്ത്രീകൾ ധരിക്കുന്ന ഉടയാട ഏത്? ചോദ്യം 3: രാജാക്കന്മാരുടെ പിറന്നാളിന് ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പദം ഏത്? രാജാക്കന്മാരുടെ പിറന്നാളിന് ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പദം ഏത്? ഓക്കെ. ഇനി 4-ാമത്തെ ചോദ്യം: അലസത, വസ്ത്രം എന്നീ പദങ്ങളുടെ അർത്ഥം വരുന്ന ഒറ്റ പദം ഏത്? അലസത, വസ്ത്രം എന്നീ പദങ്ങളുടെ അർത്ഥം വരുന്ന ഒറ്റ പദം ഏത്? ചോദ്യം 5: മത്തായി 10-ാം അധ്യായത്തിൽ കാണുന്ന ഒരു പദത്തിന്റെ അവസാനത്തെ 2 അക്ഷരം ഒരു എബ്രായ മാസത്തിന്റെ പേരാണ്. പേരെന്ത്? എബ്രായ മാസം ഏത്? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാം. മത്തായി 10-ാം അധ്യായത്തിൽ കാണുന്ന ഒരു പദത്തിന്റെ അവസാനത്തെ 2 അക്ഷരം ഒരു എബ്രായ മാസത്തിന്റെ പേരാണ്. പേരെന്ത്? എബ്രായ മാസം ഏത്? അപ്പോൾ ഇതാണ് ഇന്നത്തെ 5 ചോദ്യങ്ങൾ. അപ്പോൾ വേഗം നിങ്ങളുടെ ഉത്തരങ്ങൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എഴുതി അറിയിക്കൂ. അതിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുന്നവർക്ക് സമ്മാനങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പോയിന്റ്സ് നേടുമ്പോൾ ഈ പോയിന്റ്സ് നിങ്ങൾക്ക് അവസാനം നിങ്ങളുടെ ഫൈനൽ ഗിഫ്റ്റ് കിട്ടാൻ, അല്ലെങ്കിൽ 1-ാം സമ്മാനം, 2-ാം സമ്മാനം, 3-ാം സമ്മാനം എന്നുള്ളതൊക്കെ പോയിന്റ് അടിസ്ഥാനത്തിലാണ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വേഗം അയക്കുന്നവർക്ക് കൂടുതൽ പോയിന്റ്സ് കിട്ടും. അതുകൊണ്ട് തന്നെ ആ പോയിന്റ്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. എത്രയും വേഗം നിങ്ങളുടെ ഉത്തരങ്ങൾ അറിയിച്ചോളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ആൻസേഴ്സുമായിട്ട് വീണ്ടും കാണാം. Till then, it's me, Angel, signing off. Bye. Take care.